ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചൊരു മാങ്ങ കേട്ടോ. രാജാപുരി എന്നാണ് ഇത് എഴുതിയേക്കണത്, രാജാപുരി. അപ്പോൾ ഈ മാങ്ങയ്ക്ക് ഏകദേശം നാട്ടിലത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 രൂപയുടെയൊക്കെ അടുത്ത് വരും, 40-50 രൂപ. ഓക്കെ, ഈ രാജാപുരി മാങ്ങ നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോണ്. രാജാപുരി മാങ്ങ കേട്ടോ, ഒന്ന് കട്ട് ചെയ്യാൻ പോകണം. ഏകദേശം നാട്ടിലത്തെ ഒരു 50 രൂപ വില വരുന്നുണ്ട് ഒരു മാങ്ങയ്ക്ക് കേട്ടോ. വേണ്ട, കുറച്ച് കറുത്ത പുള്ളിക്കുത്തൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ പ്രശ്നമില്ല. പക്ഷെ നല്ല സ്മെല്ലാണ്, കിടിലം മണമാണ്. മുറിക്കാം. ശരിക്കും പഴുത്തല്ല കേട്ടോ, ഒരു പകുതി പഴുപ്പായില്ല. പക്ഷെ തൊടുമ്പൊക്കെ നല്ലോണം ഞെങ്ങുന്നുണ്ട്. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഈ പീലർ കൊണ്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പീലർ ഉപയോഗിച്ചിട്ട് പീൽ ചെയ്യാം. മൈ ഗോഡ്, ഇത് അധികം പഴുത്തിട്ടില്ല. തൊലിയൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ, കട്ടിയുള്ള ടൈപ്പാണ്. നല്ല അത്യാവശ്യം ഞാൻ നല്ല ബലം കൊടുത്തിട്ട് തന്നെയാണ് തൊലി കളയണത്. വേണ്ട, പീലർ ഉണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ടാണ് മാങ്ങയുടെ തൊലി കളയാൻ പറ്റുക. നമ്മൾ വെറുതെ ഇങ്ങനെ കത്തി കൊണ്ടൊന്നും മുറിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പീലർ കയ്യിലുണ്ടെങ്കിൽ സൂപ്പറാണ്. എന്തായാലും ഇത്രയും മുറിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം, കാരണം ഇതിന് ക്ഷമയില്ല. ഓക്കെ, ഞാനൊരു കഷ്ണം കഴിക്കാൻ പോകണം. ബാക്കി പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം കട്ട് ചെയ്യാം. കണ്ട, ഇത് ഉൾഭാഗം ശരിക്കും പറഞ്ഞാൽ ഇത് മൂത്ത് പഴുക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു മഞ്ഞ കളർ ഒരു വെള്ള കളർ പോലത്തെ കളറാണ്. എന്തായാലും ഞാൻ കഴിച്ചു പോകട്ടെ. ചെറിയ പീസ്, പക്ഷെ നല്ല സ്മെല്ലുണ്ടോ. ഇവിടെ മുറിക്കുമ്പോൾ തന്നെ ഒരു പ്രിയൂർ മാങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ല്, ഏകദേശം അതുപോലത്തെ ഒരു സ്മെല്ലാണ്. കിട്ടില്ല, രക്ഷയില്ല. കഴിച്ചു നോക്കട്ടെ. ഇത് പഴുത്തിട്ടില്ല കേട്ടോ, ശരിക്കും നല്ല പുളിപ്പുണ്ട്. ഇത് പഴുത്തിട്ടില്ല ഈ മാങ്ങ. കുറച്ച് മൂത്ത് പഴുക്കാനുണ്ട്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മാങ്ങ പഴുത്തിട്ടില്ല. പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പഴുത്ത പോലെ ഒരു ഫീലിംഗ് ആണ്.